ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ജേർണൽ ബുക്കിൻ്റെ ടൂറ് കാണിച്ചു തരാനാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയൊരു കുഞ്ഞു ബുക്കുണ്ട്, അതിൻ്റെയും കൂടെ ഉള്ളിൽ കാണിച്ചു തരാനാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഞാൻ സാധാരണ എൻ്റെ ചാനലിൽ 7 മിനിറ്റൊക്കെ തികഞ്ഞിട്ടുള്ളൊരു ലോങ് വീഡിയോ അല്ല പോസ്റ്റ് ചെയ്യാറ്. പക്ഷേ ഇത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു 11 മിനിറ്റൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ കാണും, സപ്പോർട്ട് ചെയ്യും എന്നുള്ള വിശ്വാസമൊക്കെ എൻ്റെ മനസ്സിൽ നല്ലോണം ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സത്യം പറഞ്ഞാൽ ഈ ജേർണൽ എന്താ എന്നുള്ളത് പോലും ഞാൻ 2024 ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആദ്യമൊന്നും ക്രാഫ്റ്റ് അറിയില്ലായിരുന്നു. ക്രാഫ്റ്റ് എന്ന് വെച്ചാൽ അതുപോലെ എനിക്ക് ആ ഒരു കാലത്ത് അറിയില്ലായിരുന്നു കേട്ടോ. ബട്ട് ഐ ലവ് ടു ഡു ക്രാഫ്റ്റ്സ്. ആൻഡ് നിനു താത്താൻ്റെയും ആര്യ ചേച്ചീൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയത്. കടൽക്കാവിടെ നിനു ഷാജി ഇവരൊക്കെ ഭയങ്കര ഫേമസ് ക്രാഫ്റ്റേഴ്സ് ആണല്ലോ. അതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു ഐറ്റംസൊക്കെ ഞാൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മുടെ ചാനൽ എന്താണ്, പല പല വീഡിയോസും ഉണ്ട്. ക്രാഫ്റ്റ്, മിനി വ്ളോഗ്, ഡെയിലി വ്ളോഗ്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. രണ്ടും മിക്സാണ്. പക്ഷെ നിങ്ങൾ കാണും, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുമല്ലോ കാണാം. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ അങ്ങോട്ട് പറയണില്ല, നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു ബുക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു കാലത്തൊന്നും എനിക്ക് എൻ്റെ ബുക്ക് ഉണ്ടാക്കാൻ അറിയില്ല. കുറേ താല്പര്യം അടിച്ച് കൊള്ളാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ചാർട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു ബുക്ക് കവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പോയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് പേജിൽ ഞാൻ ജസ്റ്റ് ഒരു ക്വാട്ടൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. സ്വന്തം ആയിട്ട് എഴുതുന്ന ഒരു ക്വാട്ട് തന്നെയാണ്. കുറേ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ടൊന്ന് ജേർണൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറേ കോഫി പൗഡറിലൊക്കെ മുക്കിയ ഒരു പേപ്പറും പിന്നെ ന്യൂസ് പേപ്പർ കട്ടിങ്സൊക്കെ വെച്ചതാണ്. പിന്നെ എനിക്ക് ആ ഒരു ടൈമിലൊന്നും എൻ്റെ അടുത്ത് ജേർണൽ സപ്ലൈസ് ഇല്ല. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു ഇതാണ് തുടക്കമാക്കാം. പിന്നെ മൈ ജേർണി സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ എന്നൊക്കെ താഴത്തെ എടുത്തി കൊടുത്തു. ആൻഡ് ഗൈസ്, ദിസ് ഇസ് മൈ ഫസ്റ്റ് ജേർണലിംഗ് ആണ്. കുറച്ച് സ്പെഷ്യാലിറ്റി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതിൽ ഞാൻ ബർത്ത് ഐഡിയ ജേർണലിംഗ് ആണ് ചെയ്തത്. ബർത്ത് ഐഡിയ എന്ന് വെച്ചാൽ എൻ്റെ ബർത്ത് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട്, ഞാൻ ജനിച്ചത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ ചവറയിലാണ്. ആൻഡ് 2 ജനുവരി 2013 ഞാൻ ജനിച്ചത്. ആൻഡ് ഇറ്റ് വാസ് സ്പെഷ്യൽ ഡേ ഫോർ മീ. ആൻഡ് എൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കാരെ വിഷ് ചെയ്തു. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ യുവർ വാല്യുബിൾ സപ്പോർട്ട് ഓൺ മീ. ആൻഡ് ഇത് ഞാൻ ഗേളാണോ ബോയ് ആണോ, എനിക്ക് കുറേ പൊട്ടത്തരങ്ങളുണ്ട് ഗൈസ്. പിന്നെ ദിസ് ഇസ് മൈ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ജേർണലിംഗ് ഇൻ മൈ ലൈഫ്. ഇത് ആദ്യമായിട്ടൊരു ഐഡിയ ചെയ്തതാണ്. പക്ഷേ ഇതിലുള്ള സ്റ്റാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ കുറച്ചുകൂടി സ്പെഷ്യലായിട്ട് തോന്നി. പിന്നെ ആ ഒരു ടേപ്പ് വെച്ചിട്ട് ഒരു പ്ലസിൻ്റെ ചിഹ്നമൊക്കെ കൊടുത്തില്ലേ, അതും സ്വന്തമായിട്ട് ചെയ്തതാണ് ഗൈസ്. ആൻഡ് ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തൊരു ജേർണലിംഗ് ആണെന്നുണ്ടെങ്കിൽ പോലും അവിടെ കിടക്കട്ടെ, അതൊക്കെ മതി. പിന്നെ ഒരു കാര്യം പറയാം, ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബുക്കിൽ യൂസ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സൊക്കെ നമ്മുടെ പണ്ട് കാലത്ത് ന്യൂസ് പേപ്പറിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു പേപ്പർ ഉണ്ടല്ലോ, അതാണ്. എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതിങ്ങനെ ബുക്കാക്കാന്നുള്ളത് അപ്പം തോന്നിയിട്ടുള്ളൊരു ഐഡിയ ആണ് കേട്ടോ. ആൻഡ് ഇതിൽ യൂസ് ചെയ്ത ലവ്ലി എന്ന് പറഞ്ഞതും റിമെമ്പർ എന്ന് പറഞ്ഞ സ്റ്റാമ്പ്സ് ഉണ്ടല്ലോ, അതും ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. ഫുൾ ഹാൻഡ് മെയ്ഡാണ് കേട്ടോ ഈ ഒരു ജേർണൽ ബുക്കിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്പെഷ്യലാണ്. പിന്നെ ഇതിൽ എൻ്റെ വായിൽ തോന്നിയ കുറേ ക്വാട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഐ എം നോട്ട് എ ഗുഡ് ഇംഗ്ലീഷ് സ്പീക്കർ, അത് വേറെ കാര്യം. ആൻഡ് നെക്സ്റ്റ് ജേർണലിംഗ് ഐഡിയ ഇതാണ്. ഞാൻ മോസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്ന എല്ലാ ജേർണലിങ്സിലും അതിൽ ചെയ്യുന്ന ആ ഒരു ഡേറ്റും ഇയറൊക്കെ എഴുതി വയ്ക്കാറുണ്ട്. പിന്നെയും അത് റിമെമ്പർ ആവുമല്ലോ, അങ്ങനെ തന്നെ. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നതൊക്കെ സ്മൈലിൻ്റെ ഒരു ഇതാണ്. സത്യം പറഞ്ഞ ഒരു സ്മൈൽ ഞാൻ ജസ്റ്റ് ഒരു ടേപ്പ് എൻ്റെ കണ്ണിൽ പെട്ടപ്പം ഒന്ന് യൂസ് ചെയ്തെന്നുള്ളൂ. ബട്ട് ഇത്രയ്ക്കും അടിപൊളിയാവുന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഗൈസ്. ആൻഡ് ദിസ് ഈസ് മൈ എനിക്കിഷ്ടപ്പെടാത്തൊരു ജേർണലിംഗ് ആണ്. എവിടെ നിന്നൊക്കെ വലിച്ചു വാരിയിട്ടൊരു ഡെക്കറേഷൻ തീരെ ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഇത് സ്കൂളിൽ നിന്ന് ചെയ്തതാണ്. അപ്പോൾ ടീച്ചർ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പീരീഡ് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് വെച്ചതാണ്. ബട്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടോ? ഇതിലെനിക്ക് തോന്നുന്ന കുറേ ഞാൻ വലിച്ചു വരി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ അട്രാക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് തീരെ കളർ സെൻസ് ഞാൻ കൊടുത്തിട്ടില്ല ഗൈസ്. ആൻഡ് ഇതെൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ജേർണലിംഗ് ആണ്. ഇത് ഞാൻ മലാല യൂസഫ്സായിയുടെ കുറച്ച് ക്വാട്ട്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. 1 ചൈൽഡ് 1 ടീച്ചർ 1 ബുക്ക് 1 പെൻ ക്യാൻ ചേഞ്ച് ദ വേൾഡ്. ഇത് ക്ലാസ് 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഇംഗ്ലീഷിലൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് ഗൈസ്. ഞാനിപ്പോൾ 6th അത് വേറെ കാര്യം. പിന്നെ എനിക്ക് പണ്ടൊക്കെ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ടായിരുന്നു, ഹൂ ഈസ് ഹാപ്പി എന്ന് പറഞ്ഞൊരു സ്റ്റോറി. അപ്പോൾ അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ, യു ആർ ദ ലക്കി സ്പോട്ട് ഹോപ്പ്. അത് നമ്മുടെ പീകോക്ക് കേജ്ഡ് അല്ലല്ലോ, ബട്ട് ക്രോ കേജ്ഡ് ആണ്. അതുകൊണ്ട് അങ്ങനെ കേട്ടാൽ
ക്രോ കേസിഡല്ല, പീക്കോക്ക് കേസിഡാണ്. അതന്നെ. പിന്നെ ഇത് എനിക്ക് ഏറ്റവും 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 ഇഷ്ടപ്പെട്ടതാണ്. ആൻഡ് ഇറ്റ്സ് സോ സ്പെഷ്യൽ ഫോർ മീ. വേറൊന്നും കൊണ്ടല്ല, ഇതെൻ്റെ ഫ്രണ്ട് ചെയ്തു തന്നതാണ് എനിക്ക്. പേരൊക്കെ ഞാൻ അവസാനം പറയാം. ഇത് ബ്ലാക്ക് പിങ്ക് തീമിൽ വരുന്നതാണ്. സത്യത്തിലും ഐ എം നോട്ട് എ ബ്ലാക്ക് പിങ്ക് ഫാൻ, ഐ എം BTS ഫാൻ. ബട്ട് BTSയിലെ ആൾക്കാരൊന്നും എനിക്കറിയില്ല ഗൈസ്, അത് വേറെ ഒരു കാര്യം. പിന്നെ ഇതിൽ മോസ്റ്റ് അട്രാക്റ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഇതേപോലെ ഒരു പൗച്ചിൽ ഒരു കുഞ്ഞു കാർഡ്, പുൾ ആൻഡ് പുഷ്, അതിൽ ബ്ലാക്ക് പിങ്ക് ഇൻ യുവർ ഏരിയ. അത് എൻ്റെ ഫ്രണ്ട് എനിക്ക് സാറ്റർഡേ ക്ലാസ് ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ച് അധികം സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടിയോണ്ട് തന്നെ അവൾ എനിക്ക് ചെയ്തു തന്നതാണ്. പേര് റിഷ്വ എന്നാണ്. അവൾ മനഃപൂർവ്വം എഴുതി വെച്ചതാണ്. യെസ്, ബൈ റിഷ്വ ടുഹാന. പിന്നെ ഇത് ഫ്രൈഡേ അല്ല ചെയ്തത്, സാറ്റർഡേ ആണ്. പുള്ളിക്കാരത്തേക്ക് ഡേറ്റ് മറിപ്പോയതാണ്, അത് വേറെ കാര്യം. ആൻഡ് ഇത് എൻ്റെ ലാസ്റ്റത്തെ ജേർണലിംഗ് ആണ്. അതും കുറച്ച് അട്രാക്ടിവിറ്റി കുറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതൊക്കെ ഞാൻ എവിടേക്കോ തപ്പി പിടിച്ച് കൊണ്ടുവന്നൊരു ഐഡിയ എന്ന് എനിക്ക് വേണമെങ്കിൽ നിങ്ങളടുത്ത് പറയാം. ആൻഡ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എൻ്റെ ഫുൾ ഹാൻഡ് റൈറ്റിങ്ങും അതും ഇതൊക്കെ ഫുള്ള് പോക്കാണ്. കാരണം ഞാനിത് രാത്രിയാണ് മോസ്റ്റ്ലി ചെയ്യാറ്. പിന്നെ ഇതാണ് എൻ്റെ ലാസ്റ്റത്തെ പേജ് ഗൈസ്. അതിൽ ചെയ്യണം പറഞ്ഞിരുന്നതാണ് 2024 ഡിസംബർ 31 തോന്നുന്നു ആ ജേർണലിംഗ് ചെയ്തത്. പക്ഷേ അന്ന് ഉറക്കം വന്നിട്ട് നേരെ പോയിക്കൊണ്ട് തുടങ്ങി ഗൈസ്. പിന്നെ ലാസ്റ്റ് ഗുഡ് ബൈ 2024 ജേർണൽ ഓഫ് 2024 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതാണ് എൻ്റെ ജേർണൽ ബുക്കിൻ്റെ ലാസ്റ്റത്തെ കവർ പേജ്. ഞാൻ പറഞ്ഞില്ല ചാർട്ട് പേപ്പറാണ് യൂസ് ചെയ്തത്, അതോടെ നല്ലോണം കാണാണ്ട് ഗൈസ്. ഇതൊക്കെ എനിക്ക് തോന്നിയ മാതിരി എഴുതി വെച്ചതാണ്. ജേർണലിസ്റ്റ് നോട്ട് ജസ്റ്റ് ആർട്ട് അങ്ങനെ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ വയറ്റൊന്ന് കുറച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്, അത് നിങ്ങൾ ആരും മൈൻഡ് ചെയ്യേണ്ട. പിന്നെ ഇത് എൻ്റെ സ്കൂൾ നോട്ട് ബുക്കിൻ്റെ ചട്ടത്ത് വെച്ച് ഞാൻ ചെയ്തതാണ്, അതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ ദിസ് മൈ മസ്റ്റ് ഫേവറേറ്റ് ബുക്ക് ദറ്റ് ഐ ലവ് വെരി മച്ച് ഗൈസ്. ഇത് ഞാൻ കുഞ്ഞ് ബുക്കാക്കി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ ഒരു ഫ്ലേവർ ഉണ്ടോ, അതെൻ്റെ ഫ്രണ്ടിൻ്റെ കണ്ണ് ഞാൻ അടിച്ച് മാറ്റിക്കൊണ്ടുവന്ന ഒരു ഡിസൈനാണ്. അവൾ പണ്ട് വരയ്ക്കുമായിരുന്നു, പക്ഷേ ഞാൻ ഇപ്പോൾ അതങ്ങനെ ആക്ച്വലി വരയ്ക്കാറില്ല. എനിക്ക് തോന്നുമ്പോൾ വരയ്ക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫ്ലോറൽ ഡിസൈൻ ഒന്നും ആരും നോക്കണ്ട, അതൊക്കെ എൻ്റേതായിട്ടുള്ള കലാവിരുദ്ധമാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിലിട്ട് നോക്കിയപ്പോൾ എൻ്റെ ഒരു പാറ്റേൺ സീസേഴ്സ് ഉണ്ടാവുമല്ലോ, അത് നോക്കി ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ ബുക്കിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ ഒരു നൈറ്റ് റൂട്ടീൻ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്, അതും എഴുതിയിട്ടില്ല. കോളാക്കിയപ്പോൾ നല്ല സമാധാനം. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് പേജ് വന്നത് ഒരു ജേർണൽ ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്, പക്ഷേ എന്തോ ഒരു കൊളായ പോലെ എനിക്ക് തോന്നി കേട്ടോ. ആദ്യം യൂസ് ചെയ്തത് വാഷിയിട്ട് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫ്രണ്ട് ചെയ്ത് തന്നതാണ് കേസ്. പിന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തതാണ്, അതുകൊണ്ട് കുറച്ചുകൂടി സ്പെഷ്യലായിപ്പോയി. നല്ല രസമുണ്ട് അങ്ങനെ തന്നെ നട്ടാ. പിന്നെ സെക്കൻഡ് പേജ് മുതൽ കുറച്ച് അട്രാക്റ്റീവായിട്ട് കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഡിയർ ബുക്ക് അങ്ങനെ കുറച്ച് ഇൻട്രഡക്ഷനൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പുറത്തെ തന്നെ വെറുതെ വായി തോന്നിയതൊന്നും എഴുതി വയ്ക്കാറില്ല. അതിൻ്റെ സൈഡിൽ ഞാൻ ചെയ്യുന്ന ജേർണൽസ് ഉണ്ടല്ലോ, ജേർണൽ ഐഡിയന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വാറ്റ്സ് മാത്രമാണ് എഴുതുന്നത്. അത് ഫുള്ള് വായിൽ തോന്നി ഇംഗ്ലീഷ് വെച്ചിട്ട് എഴുതിയതാണ്. ആരെങ്കിലും ഒന്ന് നോക്കുമ്പം അയ്യടാന്നായി പോവാണ്ടിരുന്നാൽ മതി, മാത്രം മതി കേസ്. പിന്നെ സൗണ്ടിന് ചെറിയ മാറ്റിക്കുണ്ടാവും. ഐ എം നോട്ട് വെൽ, പ്ലീസ് പ്രേ ഫോർ മീ. ഇത് തേർഡ് ഐഡിയ ആണ്. ഇത് ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നു, ഡേറ്റൊക്കെ ഞാൻ എഴുതി വയ്ക്കുന്നു കൃത്യമായിട്ട്, അതേപോലെ എഴുതി വെച്ചു. പിന്നെ എൻ്റെ പേരും കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഗ്ലാഡാക്കി എഴുതി വെച്ചിട്ടുണ്ട്, മനസ്സുഖം കിട്ടും. പിന്നെ ഇതന്നെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പുറത്തെ പേജിൽ ഞാൻ ചെയ്തത് പീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വാട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് ഇട്ടത്. പീസിൻ്റെ അർത്ഥം നിരക്കി അറിയാതെ ഞാനൊക്കെ വായിച്ചൊന്നും ഇത് എഴുതി വെച്ചാൽ ആൾക്കാർ എന്ത് വിചാരിക്കും കേസ്. അതാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറ്. അവിടെ ചിലപ്പം ഞാൻ ഗൂഗിളിൻ്റെ സഹായം തേടാറുണ്ട്, ചിലപ്പോൾ തേടില്ല, അത് മാത്രമേ ഉള്ളൂ. പിന്നെ എന്തൊക്കെയാണ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഇത് പേപ്പറുണ്ടോ, ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് കൊണ്ടുതന്നതാണ്. അത് അവളുടെ അന്യനെ കത്തിച്ച് വെച്ചപ്പം എനിക്കൊന്നും തന്നതാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് യൂസ് ചെയ്തത്. ആൻഡ് ദിസ് ഇസ് മൈ ലാസ്റ്റ് പേജ് ഇൻ ദിസ് ബുക്ക്. ഇതെല്ലാം അടുത്ത് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ആൻഡ് സത്യം പറയാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ആൻഡ് ഇതിൽ ഞാനൊന്നും എഴുതിയിട്ടില്ല, കാരണം ഇത് മറന്നതാണോ എന്നും കൂടി എനിക്കൊരു ഡൗട്ടുണ്ട്. പിന്നെ ഇതും ഒരു മറ്റേ വാഷി ടേപ്പ്, അതന്നെ
ഒരു വാഷി ടേപ്പ് ഐഡിയ ആണ്. പിന്നെ ഈ ഒരു കവായി സ്റ്റിക്കർ ഉണ്ടല്ലോ, അത് എൻ്റെ ഫ്രണ്ട് അതിൻ്റെ പശ പോയപ്പോൾ എനിക്ക് തന്നതാണ്. അപ്പോൾ ഗമ്മൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ആക്കി വെച്ചു ഗൈസ്. പിന്നെ ഈ ഒരു സ്റ്റിക്കർ ഇത് എൻ്റെ അനിയത്തി ഹന്ന തന്നതാണ്. നല്ല അടിപൊളിയായിട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്. അതിനൊക്കെ നല്ല കഴിവുണ്ട്. എവിടെ പോയി എൻ്റെ ബാക്കിൽ തന്നെ ഇരുന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് വീഡിയോ എടുത്ത് കഴിയുമ്പം ഒരു ചടപടേ അത്ര തന്നെ. പിന്നെ ദ എൻഡ് അങ്ങനെ ബുക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് കുറച്ച് ഡെക്കറേറ്റീവ് ആക്കാൻ നോക്കിയതാണ്. ലാസ്റ്റ് മരിച്ച വീട്ടിലെ പ്രേതം പോലെയായി. അങ്ങനെയൊക്കെ നോട്ടെ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ജേർണൽ ഐഡിയാസൊക്കെ. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലത്തെ ഐഡിയാസൊക്കെ വേണം എന്നുണ്ടെങ്കിൽ കോപ്പി അടിച്ചോ കുഴപ്പമില്ല, പക്ഷേ കുറച്ചും കൂടി അട്രാക്ടിവിറ്റി കൊടുക്കാൻ ശ്രമിക്കുക. എനിക്ക് തീരെ കോമൺ സെൻസ് ഇല്ലാത്തതുകൊണ്ട് പല പല കളർ സെൻസ് ഇല്ലാത്ത ഇതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ പറയുമ്പോൾ കുറച്ച് സന്തോഷം കൊണ്ട് നാവ് ഒളുക്കിപ്പോകുന്നു, അത് ആരും ശ്രദ്ധിക്കേണ്ട ഗൈസ്. പിന്നെ ആദ്യം മുതലേ ഇതിൻ്റെ ജേർണൽ ടൂർ ഞാൻ കാണിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇതിൽ ഏത് ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഞാൻ ആദ്യം കാണിച്ച ജേർണൽ ബുക്കത്ത് നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടതും ഇതിലത്തെ ഏത് ഇഷ്ടപ്പെട്ടതും ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം എനിക്കും അതനുസരിച്ച് നോക്കാമല്ലോ. അപ്പം എന്തായാലും ഇതൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുക. നിങ്ങൾക്കും നല്ലൊരു ആക്ടിവിറ്റീസൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഡു ഫോളോ മീ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. താങ്ക് യു.